നമസ്കാരം. ഞാനേ NH66 പണിയുന്ന റോഡ് പണിയുന്ന ഏരിയയിലാണ്. നമ്മുടെ വടക്കേക്കര, എറണാകുളം ജില്ലയിലെ പറവൂര് വടക്കേക്കര മുറവന്തുരത്തിലാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് കാണണോട്ടോ. NH66 ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. അതെ, ഇവിടെയാണ് നിർമ്മാണം നടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ അപ്രോച്ച്, ഇവിടെ ഈ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ല. കണ്ടാ, ഇവിടെയൊക്കെ സർവീസ് റോഡിൽ നമുക്ക് ഇറങ്ങാം. അത് അവരുടെ അവകാശമാണല്ലോ സർവീസ് റോഡിലേക്ക് കയറുക എന്നുള്ള. ഈ റോഡിൻ്റെ സൈഡിലെ പ്ലോട്ടുള്ളവരുടെ ഒരു റൈറ്റാണിത്. കണ്ട, അവർക്ക് കയറാനുള്ള ആക്സസ് ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വിഷയമില്ല. അതേ ഇവിടെ ഈ വീട്ടുകാർ ഇറങ്ങാം, ഇതാ വീട്ടുകാർക്കൊക്കെ ഇറങ്ങാം, ഒരു വിഷയമില്ല. ഈ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് നോക്കി. ഇതെന്ത് ചെയ്യും? 15 അടി പൊക്കത്തിൽ ഇവരെങ്ങനെ ചാടീന ഇങ്ങനെ വരും. ഇത് കണ്ട, 15 അടി പൊക്കത്തിൽ. സാധാരണ ഈ മെയിൻ റോഡിൻ്റെ പുറത്തായിട്ടാണ് ഈ ഡിവൈഡർ വരുന്നത്. ഇവിടെ സർവീസ് റോഡിന് പുറത്താണ്. അപ്പോൾ ഈ വീട്ടുകാർ നോക്കി, ഈ വീട്ടുകാർ ഹെലികോപ്റ്ററിന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. കണ്ട, ഈ വീട്ടുകാരുടെ അവസ്ഥ എന്നാലും ഈ വീട്ടുകാർ ഹെലികോപ്റ്ററിന് ഇറങ്ങണം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. കണ്ട, ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. ദേശീയപാതയുടെ പ്രൊജക്റ്റ് മാനേജർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇത് കാര്യങ്ങൾ നടക്കുമെന്നൊന്നും അറിയില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇവരിപ്പോൾ വാടകയ്ക്ക് ആണ് താമസിക്കുന്നത്. ഇവിടെ പൊടിയും ശല്യവും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പിന്നെ സ്വാഭാവികമാണ്. ഇപ്പോൾ റോഡ് പണിയുമ്പോൾ അതൊക്കെ ഉണ്ടാകും. അതൊരു വിഷയമൊന്നുമില്ല. അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. ഇവരെന്ത് ചെയ്യും? ഇവർ ഹെലികോപ്റ്റർ ഓടിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ ഈ ഡിവൈഡറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അവർക്ക് ഇതിനകത്തേക്ക് ഒരു ആക്സസ് കൊടുക്കേണ്ടതാണ് NH. അപ്പോൾ അത് എത്രയും വേഗം ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. NH അധികൃതർ പറയുന്നത് ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഒരു ഡിവൈഡർ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഡിവൈഡർ ഇങ്ങനെ നിർമ്മിച്ച് ഡിവൈഡർ അത് നിർമ്മിച്ചോ, അതിൻ്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടി നിർമ്മിക്കുക. പക്ഷേ ഇവിടുന്ന് ഈ വീട്ടുകാരെങ്ങനെ ഇത് പുറത്തേക്ക് കിടക്കും? വീട്ടുകാരെങ്ങനെ വീട്ടിലേക്ക് പോകും? വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. ഒരു നടന്നു പോകാനും കൂടി പറ്റില്ല. വാഹനം പോട്ടെ, കാർ പോട്ടെ, 2 വീലർ പോട്ടെ, സൈക്കിൾ പോട്ടെ, എല്ലാം പോട്ടെ. എങ്ങനെ നടന്ന് ഈ റോഡിലേക്ക് വരും? ഇപ്പോൾ അവർ ഈ പൊടിശല്യവും ഇവിടുത്തെ പ്രശ്നങ്ങളും കാരണം ഇവർ വാടകയ്ക്ക് താമസിക്കണം. ഇവർക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് വരണം. ഇവിടുത്തെ ദേശീയപാതയുടെ നിർമ്മാണം കഴിയുമ്പോൾ തിരിച്ച് ഈ വീട്ടിലേക്ക് എങ്ങനെ വീട്ടിലേക്ക് വരും? പുറകുവശം തോട്, ഇരുവശവും മറ്റുള്ളവരുടെ വീടുകൾ. ഇവർക്ക് എങ്ങനെ ഇതിനകത്തേക്ക് ഈ വീട്ടിലേക്ക് വരും? ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്.